എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു വായനാനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ പത്രം ഇടാൻ പോയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ജംഗ്ഷനിലേക്ക്. അപ്പോൾ അന്ന് എനിക്കൊരു സൈക്കിളുണ്ട്. എന്നെ പോലെ തന്നെയാണ്. ഇടയ്ക്ക് ചങ്ങല തെറ്റും, ബ്രേക്കും കിട്ടില്ല. അപ്പോൾ ഒരു പുലർച്ചെ ഈ സൈക്കിളായിട്ട് ഞാൻ ജംഗ്ഷനിലേക്ക് പോകും. എന്നിട്ട് പത്രം കളക്ട് ചെയ്യും, തരംതിരിച്ച് വയ്ക്കും, പിന്നെ വീടുകളിൽ സപ്ലൈ ചെയ്യും. ഒരു 7-8 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരും. ആ വീടിന് മുന്നിൽ വലിയ കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലേക്ക് പോകും. പിന്നെ കുറച്ച് സമയം അവിടെയാണ് നീരാട്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. പലപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നേരെ സ്കൂളിലേക്ക് പോകും. ഇതായിരുന്നു ആ കാലഘട്ടത്തെ എൻ്റെ ഒരു പതിവ്. അപ്പം അന്ന് ബാക്കി വരുന്ന പത്രങ്ങൾ വൈകിട്ട് വന്ന് എടുത്ത് വായിക്കും ഞാൻ. അപ്പോൾ ഈ പത്രങ്ങളുടെ കൂടെ അന്ന് ബാലരമ, ബാലഭൂമി, ഡൈജസ്റ്റ്, യൂറിക്ക, പിന്നെ അങ്ങനെ ഒരുപാട് ഇത് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ വായന അനുഭവം. അന്ന് പത്രം ഇടാൻ പോയിരുന്നില്ലെങ്കിൽ എനിക്ക് ആ വായനയുടെ ഒരു ഗുണം അല്ലെങ്കിൽ വായന ലോകത്തേക്ക് ഞാൻ ഒരിക്കലും എത്തിപ്പെടില്ല. സ്കൂളിൽ പോകുന്നുണ്ട്, പക്ഷേ സ്കൂളിൽ അങ്ങനെ അധികം വായിക്കാറില്ല. ഞാൻ സ്കൂൾ പുസ്തകങ്ങളെ വായിക്കാനായിട്ടും കൂടുതൽ ഇങ്ങനെ പത്രങ്ങളാണ് വായിക്കാറ്. പിന്നെ അത് ഹൈസ്കൂളിൽ കിടന്നപ്പോൾ കുറച്ചും കൂടി നമുക്ക് പുസ്തകങ്ങൾ കിട്ടാൻ തുടങ്ങി. ലൈബ്രറീസ് വന്നു. കോളേജിലേക്ക് വന്നപ്പോഴും പുസ്തകങ്ങൾ കിട്ടി. വായനകളൊക്കെ ഒരുപാട് വായിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ വായന കോസ്മെറ്റിക് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ നല്ല കടന്നുകയറ്റം, എല്ലാത്തിനും സൗകര്യമുണ്ട്. നമുക്ക് ഇതിനെ പറ്റിയും മൊബൈലിലൂടെ അറിയാൻ പറ്റും. അതൊരു കുറ്റമല്ല. കാരണം പണ്ട് കാലത്ത് മൊബൈലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാനടക്കമുള്ളവർ അതിന് അഡിക്റ്റായി തീരുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികളെ കുറ്റം കൊണ്ട് കാര്യമില്ല. അന്നൊന്നും ഇല്ലാതിരുന്നു കൊണ്ടാണ് ഒന്നും അന്നം നിന്ന് മുടിഞ്ഞു പോകാഞ്ഞത്. അന്ന് ഞാനൊക്കെ നേരം പോകാൻ വായിച്ചായിരുന്നതാണ്. പക്ഷെ ആ വായന പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പം അതിലൊരുപാട് കാര്യങ്ങൾ എനിക്ക് പുസ്തകത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. നിങ്ങളും അതുപോലെ കുറച്ചൊക്കെ ഒരു വായനയിൽ തിരിയുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അതിലൂടെ കിട്ടും നമുക്ക്. മൊബൈലും കാര്യങ്ങളും ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ടും ഒരു അരമണിക്കൂറോ 1/4 മണിക്കൂറോ നിങ്ങൾ അതിലേക്ക് തിരിയുക. അപ്പോൾ കിട്ടുന്നൊരു അറിവും എനർജിയും ഉണ്ട്. നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു മാറ്റം വരുത്തുന്ന ഏറ്റവും വലിയൊരു ഉപാധി തന്നെയാണ് വായന. അപ്പോൾ വായിച്ചാൽ എന്ത് കിട്ടും എന്ന് പറയുന്നത് അത് അനുഭവം കൊണ്ട് മനസ്സിലാവും. അറിവൊന്നും അങ്ങനെ കിട്ടില്ല, പക്ഷേ നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പരമാവധി എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുക.